ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സോഷ്യൽ വെൽഫെയറിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വെൽഫെയർ തിയറീസ് നമ്മൾ നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു തിയറിയിലേക്ക് പോകുന്നു. ബർഗ്സൺ സാമുവൽസൺ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. ബർഗ്സൺ സാമുവൽസൺ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നോക്കിയാലോ. ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ വാസ് പ്രൊഫൗണ്ടഡ് ബൈ എ. ബർഗ്സൺ in his article A Reformulation of Certain Aspects of Welfare Economics in 1938. അപ്പോൾ ഇത് ബർഗ്സൺ സാമുവൽസൺ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? ബർഗ്സൺ ആണ് കേട്ടോ. ബർഗ്സൻ്റെ പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. സാമുവൽസൺ കൂടി അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്ത് ചെയ്തു? അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ബർഗ്സൺ സാമുവൽസൺ എന്നറിയപ്പെടുന്നത്. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബർഗ്സൻ്റെ വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ അതായത് ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ ഫംഗ്ഷനാണ്, ഇൻഡിവിജ്വൽ വെൽഫെയർ അല്ല, ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ ഫംഗ്ഷൻ. അതായത് ഇക്കോണമി മൊത്തത്തിൽ, ഒരു രാജ്യത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് ഒരു വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഡിവിജ്വൽസിന് അവരുടേതായിട്ടുള്ള വെൽഫെയർ, അവരുടേതായിട്ടുള്ള പ്രിഫറൻസസ് ഉണ്ടാകും. അതുപോലെ ഒരു സൊസൈറ്റി എന്താണ്? ഒരു സൊസൈറ്റിക്ക് അവിടുത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രിഫറൻസ് നോക്കിയിട്ട്, വെൽഫെയർ നോക്കിയിട്ടാണ് ഒരു സൊസൈറ്റിക്ക് മൊത്തത്തിലുള്ള വെൽഫെയർ ക്രൈറ്റീരിയ മേക്ക് ചെയ്യുന്നത്. അതാണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ വാസ് പ്രൊഫൗണ്ടഡ് ബൈ, ആരാണിത് പ്രൊഫൗണ്ട് ചെയ്തത്? എ. ബർഗ്സൺ ഇൻ ഹിസ് ആർട്ടിക്കിൾ. എന്താണ് ആർട്ടിക്കിളിൻ്റെ പേര്? എ റിഫോർമുലേഷൻ ഓഫ് സർട്ടൺ ആസ്പെക്ട്സ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ്. റിഫോർമുലേഷൻ, ഒരു ഇതാണ് റിഫോർമുലേഷൻ കൊണ്ടുവരുന്നു, ഒരു പുനർആഖ്യാനം അല്ലെങ്കിൽ പുനർവ്യാഖ്യാനം കൊണ്ടുവരുന്നു. എന്തിന്? സർട്ടൺ ആസ്പെക്ട്സ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ്. അതാണ് എ റിഫോർമുലേഷൻ ഓഫ് സർട്ടൺ ആസ്പെക്ട്സ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ് എന്നാണ് പബ്ലിഷ് ചെയ്തത് 1938. ആ ആർട്ടിക്കിളിലൂടെ എന്ത് ചെയ്യുന്നു? ഈ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ആര് ഫോർമുലേറ്റ് ചെയ്യുന്നു? ബർഗ്സൺ ഫോർമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രയർ ടു ഇറ്റ്, ഈ ബർഗ്സൺ ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തതിന് മുമ്പ് വേരിയസ് കോൺസെപ്റ്റ്സ് ഓഫ് സോഷ്യൽ വെൽഫെയർ ഹാഡ് ബീൻ ഗിവൺ ബൈ ഡിഫറെൻറ്റ് വെൽഫെയർ തിയറിസ്റ്റ്. അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വെൽഫെയർ തിയറിസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വെൽഫെയർ തിയറിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ബർഗ്സൺ തൻ്റെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ബർഗ്സൺ തൻ്റെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുമ്പ് വേരിയസ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ ഹാഡ് ബീൻ ഗിവൺ ബൈ ഡിഫറെൻറ്റ് വെൽഫെയർ തിയറിസ്റ്റ്. അല്ലേ, വിവിധ വെൽഫെയർ തിയറിസ്റ്റുകൾ അവർ സോഷ്യൽ വെൽഫെയർ കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദേ ഫെയിൽഡ് ടു പ്രൊവൈഡ് എ സാറ്റിസ്ഫാക്ടറി സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്. പക്ഷേ ഇവരൊക്കെ എന്താണ്? വെൽഫെയറിനെ കുറിച്ച്, സോഷ്യൽ വെൽഫെയറിനെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് എങ്കിലും ദേ ഫെയിൽഡ്, അവരൊക്കെ പരാജയപ്പെട്ടു, ടു പ്രൊവൈഡ് എ സാറ്റിസ്ഫാക്ടറി സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ. സോഷ്യൽ വെൽഫെയർ എങ്ങനെയാണ് മാക്സിമൈസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ മാക്സിമം സോഷ്യൽ വെൽഫെയർ, ഒരു സൊസൈറ്റിയുടെ മാക്സിമം സോഷ്യൽ വെൽഫെയർ എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും, അതെങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു കൃത്യതയുള്ള തിയറി, അല്ലെങ്കിൽ കൃത്യതയുള്ള ഒരു ആർഗ്യുമെൻ്റ് കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചിട്ടില്ല? ഈ ബർഗ്സന് മുമ്പേ വന്ന വെൽഫെയർ തിയറിസ്റ്റിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ആരിതിൽ പരാജയപ്പെട്ടു. എന്നാൽ ബർഗ്സൺ എന്ത് ചെയ്തു? ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വെൽഫെയർ ക്രൈറ്റീരിയ മേക്ക് ചെയ്യുന്നതിൽ ആര് വിജയിച്ചു? ബർഗ്സൺ വിജയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ബൈ പ്രൊവൈഡിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ, ബർഗ്സൺ ആൻഡ് സാമുവൽസൺ ഹാവ് അറ്റംപ്റ്റഡ് ടു പ്രൊവൈഡ് എ ന്യൂ അപ്രോച്ച് ടു വെൽഫെയർ ഇക്കണോമിക്സ് and have succeeded in rehabilitating our welfare economics. അപ്പോൾ ബൈ പ്രൊവൈഡിങ് ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രൊവൈഡ് ചെയ്തതിലൂടെ ബർഗ്സൺ ആൻഡ് സാമുവൽസൺ ഹാവ് അറ്റംപ്റ്റഡ് ടു പ്രൊവൈഡ് എ ന്യൂ അപ്രോച്ച് ടു വെൽഫെയർ ഇക്കണോമിക്സ്. അപ്പോൾ ഇതിലൂടെ ഈ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നതിലൂടെ വെൽഫെയർ ഇക്കണോമിക്സിന് പുതിയ ഒരു തലം കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ പുതിയൊരു അപ്രോച്ച് വെൽഫെയർ ഇക്കണോമിക്സ് നൽകുകയാണ് ആര് ചെയ്തത്? ബർഗ്സണും സാമുവൽസണും ചെയ്തു. ആൻഡ് ഹാവ് സക്സീഡഡ് ഇൻ റിഹാബിലിറ്റേറ്റിംഗ് വെൽഫെയർ ഇക്കണോമിക്സ്. വെൽഫെയർ ഇക്കണോമിക്സിന് റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ, ഒരു പുനരുദ്ധാരണം കൊണ്ടുവരാൻ, അല്ലേ, ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചു? വെൽഫെയർ ഇക്കണോമിക്സിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ, ഒരു റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ, അല്ലേ, വെൽഫെയർ ഇക്കണോമിക്സിനെ റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഒരു പുനർവ്യാഖ്യാനം കൊടുക്കാൻ ആർക്ക് സാധിച്ചു? ബർഗ്സണും സാമുവൽസണും സാധിച്ചു. They have put forward the concept of social welfare function.
that considers only the ordinal preferences of individuals. നമ്മൾ ഓർക്കേണ്ട ഫസ്റ്റ് പോയിന്റ് ആണ്. They have put forward the concept of social welfare function that considers only ordinal preferences of individual. നമ്മൾ നേരത്തെ അല്ലേ കാർഡിനൽ യൂട്ടിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തവരാണ്. പക്ഷേ ഇവിടെ ഈ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്യുന്നതിന് ബർഗ്സണും സാമുവൽസനും പരിഗണിക്കുന്ന ഏതാണ്? ഓർഡിനൽ പ്രിഫറൻസസ് ഓഫ് ഇൻഡിവിജ്വൽസ്, അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അടിസ്ഥാനമാക്കിയാണ് ഇവർ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്തിരിക്കുന്നത്. ഓർക്കോലോ, ഇതാണ് ഓർക്കേണ്ട ആദ്യത്തെ പോയിന്റ്. ഇനി they agree with the Robbins means Lionel Robbins view that the interpersonal comparison of utility involves value judgments, but they asserts that without making some value judgments, economists cannot evaluate the impact of changes in economic policy on social welfare. അപ്പോൾ they agree with the Robbins view that ഇവർ എഗ്രി ചെയ്യുന്നു, സമ്മതിക്കുന്നു, ബർഗ്സണും സാമുവൽസനും സമ്മതിക്കുന്നു. എന്തിനോട്? ലയണൽ റോബിൻസിന്റെ വ്യൂ ആയ ഇന്റർപേഴ്സണൽ കമ്പാരിസൺസ് ഓഫ് യൂട്ടിലിറ്റി. ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി, ഇന്റർപേഴ്സണൽ, അതായത് ഒരു സൊസൈറ്റിയിലെ വ്യക്തികൾക്കിടയിലുള്ള യൂട്ടിലിറ്റിയുടെ കമ്പാരിസൺ, അതാണ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ. ഓരോ വ്യക്തികൾക്കിടയിലും അവരുടെ യൂട്ടിലിറ്റി വ്യത്യസ്തമായിരിക്കും. ആ യൂട്ടിലിറ്റിയുടെ കമ്പാരിസണാണ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ യൂട്ടിലിറ്റി വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്ത യൂട്ടിലിറ്റി കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ആ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുൾപ്പെടുന്നു? വാല്യൂ ജഡ്ജ്മെൻറ്റ്. അതിൽ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തണം, അതിൻ്റെ ഫെയർനെസ് നോക്കണം. അത് ഇക്കോണമിയിൽ അതിൻ്റെ ഗുണദോഷങ്ങൾ പരിശോധിക്കണം. അപ്പോൾ അതാണ് വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തണം. അപ്പോൾ ദേ എഗ്രി വിത്ത് റോബിൻസ് വ്യൂ ദാറ്റ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റിയുടെ ഇന്റർപേഴ്സണൽ കമ്പാരിസൺ, ഓരോ വ്യത്യസ്തമായ വ്യക്തികൾക്കിടയിലുള്ള യൂട്ടിലിറ്റിയുടെ കമ്പാരിസൺ നടത്തുമ്പോൾ അതിനകത്ത് എന്തുൾപ്പെടുന്നു? വാല്യൂ ജഡ്ജ്മെൻറ്റ് ഉൾപ്പെടുത്തുന്നു. ഇതാരാണ് ആദ്യമായിട്ട് പ്രതിപാദിച്ചത്? ലയണൽ റോബിൻസ് ആണ്. അതിന് ആര് എഗ്രി ചെയ്യുന്നു? ബർഗ്സണും സാമുവൽസനും എഗ്രി ചെയ്യുന്നു. എന്ന് എഗ്രി ചെയ്യുക മാത്രമല്ല, ബട്ട് ദേ അസേർട്സ് ദാറ്റ്, അവർ ഉറപ്പിക്കുന്നു എന്ത്? വിത്തൗട്ട് മേക്കിംഗ് സം വാല്യൂ ജഡ്ജ്മെന്റ്സ്, ഏതെങ്കിലും തരത്തിൽ വാല്യൂ ജഡ്ജ്മെന്റ് നടത്താതെ, എന്ന് വെച്ചാൽ ഗുണദോഷങ്ങൾ പരിശോധിക്കാതെ. ഇക്കോണമിസ്റ്റ് കനോട്ട് ഇവാലുവേറ്റ്, ഇക്കോണമിസ്റ്റുകൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ത്? ദ ഇമ്പാക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്കണോമിക് പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല ഓൺ സോഷ്യൽ വെൽഫെയർ. അപ്പോൾ സോഷ്യൽ വെൽഫെയർ, ഇക്കണോമിക് പോളിസീസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് സോഷ്യൽ വെൽഫെയറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആ ഇമ്പാക്റ്റ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും എന്ത് വേണം? വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തണം. അതായത് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റീസിൻ്റെ വാല്യൂ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ റോബിൻസിൻ്റെ വ്യൂ എന്ന് വെച്ചാൽ ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി. ഒരു സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്യണമെങ്കിൽ ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി ഉണ്ട്. ആ യൂട്ടിലിറ്റിയിൽ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തണം. ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റിയിൽ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തണം. ആ ഒരു കോൺസെപ്റ്റ് ആരെഗ്രി ചെയ്യുന്നു? ബർഗ്സണും സാമുവൽസനും എഗ്രി ചെയ്യുന്നു. എന്നിട്ട് അവർ ഉറപ്പാക്കുന്നു. എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് പ്രതിപാദിക്കുന്നത്? വിത്തൗട്ട് മേക്കിംഗ് സം വാല്യൂ ജഡ്ജ്മെന്റ്സ് നടത്താതെ ഇക്കോണമിസ്റ്റുകൾക്ക് ഒരിക്കലും എന്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല? സോഷ്യൽ വെൽഫെയറിൽ ഇക്കണോമിക് പോളിസിയുടെ ചേഞ്ചസിൻ്റെ ഇമ്പാക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ വെൽഫെയറിൽ എങ്ങനെയാണ് ഇക്കണോമിക് പോളിസീസ് ഇമ്പാക്റ്റ് വരുത്തുന്നത്, സ്വാധീനം ചെലുത്തുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അതിനർത്ഥം എന്ത് വേണം? അവിടെ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തണം. അപ്പോൾ അത് വാല്യൂ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. യൂട്ടിലിറ്റിയുടെ വാല്യൂ ജഡ്ജ്മെന്റ്സ് ഇനി ആര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? ബർഗ്സണും സാമുവൽസനും ഇമ്പോർട്ടൻസ്. വാല്യൂ ജഡ്ജ്മെന്റ് അതിൻ്റെ എത്തിക്കൽ സൈഡ് പരിശോധിക്കുന്നു. അത് ഇക്കോണമിക്ക് ഫെയർ ആണോ, അല്ലെങ്കിൽ ഇക്കോണമിക്ക് ഡിസൈറബിൾ ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നു. ആ ഒരു പരിശോധനയ്ക്ക് പറയുന്ന പേരാണ് വാല്യൂ ജഡ്ജ്മെന്റ്സ്. ആ വാല്യൂ ജഡ്ജ്മെന്റ് നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സോഷ്യൽ വെൽഫെയർ ആര് മേക്ക് ചെയ്യുന്നത്? ബർഗ്സണും സാമുവൽസനും മേക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? Thus, according to them, വെൽഫെയർ ഇക്കണോമിക്സ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം വാല്യൂ ജഡ്ജ്മെന്റ്സ്. അവിടെ പറയുന്നുണ്ട് ഇവരുടെ അഭിപ്രായത്തിൽ വെൽഫെയർ ഇക്കണോമിക്സ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം വാല്യൂ ജഡ്ജ്മെന്റ്സ്. അല്ലെങ്കിൽ വെൽഫെയർ ഇക്കണോമിക്സിന് എന്ത് ഇന്നവിറ്റബിൾ ആണ്? വാല്യൂ ജഡ്ജ്മെന്റ്സ് നടത്തിയേ പറ്റൂ. വെൽഫെയർ ഇക്കണോമിക്സിന് അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ മേക്ക് ചെയ്യണമെങ്കിൽ എന്ത് നടത്തണം? വാല്യൂ ജഡ്ജ്മെന്റ് നടത്തണം. അക്കോർഡിംഗ് ടു ദം, വെൽഫെയർ ഇക്കണോമിക്സ് ഈസ് എസെൻഷ്യൽ
എസെൻഷ്യലി നോർമേറ്റീവ് സ്റ്റഡി. അടുത്ത പോയിന്റാണ് ഇവരുടെ അഭിപ്രായത്തിൽ വെൽഫെയർ ഇക്കണോമിക്സ് എന്താണ്? ഒരു നോർമേറ്റീവ് സ്റ്റഡിയാണ്, നോട്ട് എ പോസിറ്റീവ് സ്റ്റഡി. നോർമേറ്റീവ് സ്റ്റഡി എന്താണ്? പോസിറ്റീവ് സ്റ്റഡിയും നോർമേറ്റീവ് സ്റ്റഡിയും തമ്മിലുള്ള വ്യത്യാസം. നോർമേറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇക്കോണമിക്ക് ഡിസൈറബിൾ ആണോ അല്ലയോ എന്ന് പരിശോധിക്കപ്പെടുന്നു. നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് അനലൈസ് ചെയ്യപ്പെടുന്നു, വാല്യൂ ജഡ്ജ്മെന്റ് നടത്തപ്പെടുന്നു. പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് ഒരു തിങ്, ഒരു അവസ്ഥ അത് അതുപോലെ തന്നെ പ്രതിപാദിക്കുന്നതാണ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എന്ന് പ്രതിപാദിക്കുന്നതാണ് ഏത്? പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. നോർമേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? നോർമേറ്റീവ് സയൻസിൽ ഒരു ഇക്കണോമിക് കോൺസിക്വൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഡിസൈറബിൾ ആണോ അല്ലോ എന്ന് പരിശോധിക്കും. അതാണ് വാല്യൂ ജഡ്ജ്മെന്റ്, അതാണ് നോർമേറ്റീവ് സ്റ്റഡി. അപ്പോൾ ഇവിടെ വെൽഫെയർ ഇക്കണോമിക്സ് വാല്യൂ ജഡ്ജ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. മാത്രമല്ല അത് നോർമേറ്റീവ് സ്റ്റഡി എന്നാണ് ആര് പറയുന്നത്? പിന്നെ ബഗ്സറും സാമുവൽസനും പറയുന്നത്. ഇമ്പോർട്ടൻ്റ് 2 പോയിന്റ് അവിടെ ഉണ്ട്. ഇനി സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഷോസ് ദ ഓവറാൾ വെൽഫെയർ ഓഫ് സൊസൈറ്റി. ഇനി എന്താണ് ഇവർ പറയുന്ന സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ? സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഷോസ് ഓവറാൾ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവറാൾ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഒരു വ്യക്തിയുടെ വെൽഫെയറിന്റെ ഇംപ്രൂവ്മെന്റ് അല്ല സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. പിന്നെയോ ഓവറാൾ വെൽഫെയർ ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഓവറാൾ വെൽഫെയറിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് ഏത്? സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂട്ടിലിറ്റി ഓഫ് ആൾ ഇൻഡിവിജ്വൽസ്. ഇനി സോഷ്യൽ വെൽഫെയർ എന്ന് വെച്ചാൽ ഓവറാൾ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റിയാണ്. സൊസൈറ്റിയുടെ ഓവറാൾ വെൽഫെയറിനെയാണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഓഫ് ആൾ ഇൻഡിവിജ്വൽസ്. ആ സൊസൈറ്റിയിലെ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും യൂട്ടിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സൊസൈറ്റിയുടെ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും യൂട്ടിലിറ്റി ആണ് എന്ന് പറയുന്നത് ഓവറാൾ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ആ ഓവറാൾ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റിക്ക് പറയുന്ന പേരാണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? ഇതിന് നമുക്ക് ഇങ്ങനെ റിട്ടേൺ ചെയ്യാം. നോക്ക്, വെൽഫെയർ ഈസ് ഈക്വൽ ടു W ഇൻറ്റു U1 U2 U3 UN. ഇവിടെ എന്താണ് W? സോഷ്യൽ വെൽഫെയർ. സോഷ്യൽ വെൽഫെയർ ഈസ് ഈക്വൽ ടു ദ വെൽഫെയർ ഓഫ് U1 U2 UN. എന്താണ്? യൂട്ടിലിറ്റി ലെവൽസ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് ഇൻഡിവിജ്വൽസ്, ഫസ്റ്റ് ഇൻഡിവിജ്വൽ, യൂട്ടിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഇൻഡിവിജ്വൽ, യൂട്ടിലിറ്റി ഓഫ് ദ സെക്കൻഡ് ഇൻഡിവിജ്വൽ, യൂട്ടിലിറ്റി ഓഫ് ദ തേർഡ് ഇൻഡിവിജ്വൽ, അങ്ങനെ n ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂട്ടിലിറ്റി, ഈ ഇൻഡിവിജ്വൽസിൻ്റെ യൂട്ടിലിറ്റി എല്ലാം കൂടി ചേരുന്ന ആ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ആ വെൽഫെയർ ആയിരിക്കും ടോട്ടൽ യൂട്ടിലിറ്റി, സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത്. ആഗ്രിഗേറ്റ് ഓവറാൾ യൂട്ടിലിറ്റി, ഇതാണ് ഓവറാൾ യൂട്ടിലിറ്റി. ഓവറാൾ യൂട്ടിലിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക? സോഷ്യൽ വെൽഫെയർ. അതെന്ന് പറയുന്നത് ഏതിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും? യൂട്ടിലിറ്റി ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഡിവിജ്വൽ, യൂട്ടിലിറ്റി ഓഫ് ദ സെക്കൻഡ് ഇൻഡിവിജ്വൽ, യൂട്ടിലിറ്റി ഓഫ് ദ തേർഡ്. അപ്പം ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ വെൽഫെയർ ഓഫ് ദ ഇൻഡിവിജ്വൽസ്. വെൽഫെയർ ഓഫ് ദ ഇൻഡിവിജ്വൽസ് അതാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. W ഈസ് ദ ഫംഗ്ഷൻ ഓഫ് U1 U2 U3 ആൻഡ് UN. ഓക്കെ, ഹിയർ യൂട്ടിലിറ്റി ഈസ് ഓർഡിനൽ. ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് യൂട്ടിലിറ്റിയാണ് പരിഗണിക്കുന്നത്? കാർഡിനൽ യൂട്ടിലിറ്റി അല്ല, ഓർഡിനൽ യൂട്ടിലിറ്റി. ദാറ്റ് മീൻസ് റാങ്കിങ്, നോട്ട് എക്സാക്ട് മെഷർമെന്റ്. റാങ്കിങ് ആണ് പരിഗണിക്കുന്നത്, യൂട്ടിലിറ്റിയുടെ റാങ്കിങ് ആണ് പരിഗണിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഇവിടെ യൂട്ടിലിറ്റി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് ആൻഡ് ടൈപ്സ് ആൻഡ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. അപ്പോൾ ഒരു വ്യക്തിയുടെ യൂട്ടിലിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യൂട്ടിലിറ്റി ഓർഡിനലാണ്, റാങ്കിങ്ങിൻ്റെ ബേസിസിലാണ് യൂട്ടിലിറ്റി ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ യൂട്ടിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ്, കൺസ്യൂമേഴ്സ് അവരുപയോഗിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ അടിസ്ഥാനത്തിലും, ആൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, ആൻഡ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, അവർ ചെയ്യുന്ന വർക്കിൻ്റെ എമൗണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ. അപ്പോൾ അവർ ചെയ്യുന്ന ജോലിയുടെ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവർ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂട്ടിലിറ്റി ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ്? യൂട്ടിലിറ്റി ഓർഡിനലാണ്, റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂട്ടിലിറ്റി പറയുന്നത്. ആ യൂട്ടിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂംഡ് ആൻഡ് ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, അവർ ചെയ്യുന്ന ജോലിയുടെ എമൗണ്ടിനെയും അതിൻ്റെ ഏത് തരം ജോലി എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ജഡ്ജ്മെന്റ്സ്. ഇനി പറയുന്നു, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഇൻഡിവിജ്വൽ വെൽഫെയറിൽ നിന്നാണ് സോഷ്യൽ വെൽഫെയർ ഉണ്ടാകുന്നത്. അത് എന്തിൻ്റെ ബേസിസിലാണ് ഉണ്ടാകുന്നത്? വാല്യൂ ജഡ്ജ്മെന്റ്സ്. ദാറ്റ് മീൻസ് എത്തിക്കൽ ഡിസിഷൻ, അല്ലേ? വാല്യൂ ജഡ്ജ്മെന്റ്സ്, അതായത് ഇക്കോണമിക്ക് ആ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് എല്ലാം കൂടി പരിഗണിച്ചിട്ട് അത് എത്തിക്കലാണോ അല്ലയോ എന്ന് നോക്കും. അതാണ് വാല്യൂ ജഡ്ജ്മെന്റ്. മനസ്സിലായില്ലേ? അതാണ് വാല്യൂ. അതായത് ഇപ്പോൾ എല്ലാവരുടെയും ഇത് പരിഗണിച്ചിട്ട്, ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ 10 പേരുണ്ട്, ആ 10 പേരുടെ വെൽഫെയർ പരിഗണിച്ചിട്ട് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത സോഷ്യൽ വെൽഫെയർ ക്രൈറ്റീരിയ മേക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റൂ?
അങ്ങനെയാണെങ്കിൽ അങ്ങനെ സോഷ്യൽ വെൽഫെയർ കൊണ്ടുവരുമ്പോൾ അതിനുവേണ്ട ഇക്കണോമിക് പോളിസീസ് ഗവൺമെൻറ് മേക്ക് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 10 പേരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ളതായിരിക്കില്ല ഗവൺമെൻറ്റിൻ്റെ പോളിസി. എപ്പോഴും സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ഗവൺമെൻറ് നയങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ചേഞ്ചസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആളുകളുടെ വെൽഫെയർ പരിഗണിക്കാതെ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ പരിഗണിച്ചാൽ, അല്ലെങ്കിൽ ആളുകളുടെ വെൽഫെയർ പരിഗണിക്കാതെ, അല്ലെങ്കിൽ അതിനകത്ത് വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്താതെ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, ഒരു സോഷ്യൽ വെൽഫെയർ ക്രൈറ്റീരിയ മേക്ക് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? ഗവൺമെൻറ്റുകൾക്ക് കൃത്യമായിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അവരുടെ വെൽഫെയറിനനുസരിച്ചായിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണം? വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തണം. ഇൻഡിവിജ്വൽ പ്രിഫറൻസിൻ്റെ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തണം. ദാറ്റ് ഈസ് ഹൗ മച്ച് ഇമ്പോർട്ടൻസ് ഈച്ച് പേഴ്സൺസ് വെൽഫെയർ ഗെറ്റ്. അതെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൗ മച്ച് ഇമ്പോർട്ടൻസ്, എത്രത്തോളം പ്രാധാന്യമാണ് ഈച്ച് പേഴ്സൺസ് വെൽഫെയർ ഗെറ്റ്, ഓരോ വ്യക്തിയുടെയും വെൽഫെയറിന് ലഭിക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യമാണെന്നത് ഉറപ്പാക്കുന്നു. മനസ്സിലായി? അപ്പോൾ വാല്യൂ ജഡ്ജ്മെൻറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഹൗ മച്ച് ഇമ്പോർട്ടൻസ്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈച്ച് പേഴ്സൺസ് വെൽഫെയർ ഗെറ്റ്, ഓരോ വ്യക്തിയുടെയും വെൽഫെയറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് കിട്ടുന്നതെന്ന് എന്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും? വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്നതിലൂടെ അറിയാൻ പറ്റും. ഡിഫറെൻറ്റ് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. വ്യത്യസ്തമായ വാല്യൂ ജഡ്ജ്മെൻ്റ് ആണ് നടത്തുന്നതെങ്കിൽ അത് എന്തിൽ മാറ്റം കൊണ്ടുവരും? സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനിൽ മാറ്റം കൊണ്ടുവരും. സോ സോഷ്യൽ വെൽഫെയർ ഈസ് പ്യുവർലി ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സോഷ്യൽ വെൽഫെയർ ഈസ് നോട്ട് പ്യുവർലി ഒബ്ജക്റ്റീവ്. സോഷ്യൽ വെൽഫെയർ എപ്പോഴും എന്തല്ല? പൂർണ്ണമായിട്ടും ഒബ്ജക്റ്റീവ് അല്ല. യൂട്ടിലിറ്റിയെ, സാറ്റിസ്ഫാക്ഷൻ ബേസ് ചെയ്താണ് സോഷ്യൽ വെൽഫെയർ നിൽക്കുന്നത്. പൂർണ്ണമായിട്ടും അത് ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവ് കൂടിയാണ്. ഒബ്ജക്റ്റീവ് അല്ല, കൃത്യമായിട്ട് ഒരു മാത്തമാറ്റിക്കലി നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒന്നല്ല, കൃത്യതയുള്ള ഒന്നല്ല എന്ന് പറയുന്ന സോഷ്യൽ വെൽഫെയർ. അത് സബ്ജക്റ്റീവാണ്, അല്ലേ? നമുക്ക് മാനസികമായ ഒരു മാനസിക വ്യാപാരം കൂടിയാണ് സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞത്, നോട്ട് പ്യുവർലി ഒബ്ജക്റ്റീവ്. വാല്യൂ ജഡ്ജ്മെന്റ്സ് ക്യാൻ കം ഫ്രം ഡെമോക്രാറ്റിക് പ്രോസസ്. ഇനി എങ്ങനെയാണ് വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നതെന്ന് പറയുകയാണ്. സോഷ്യൽ വെൽഫെയറിന് ഏറ്റവും അത്യാവശ്യം എന്താണ്? വാല്യൂ ജഡ്ജ്മെന്റ് നടത്തണം. വാല്യൂ ജഡ്ജ്മെന്റ്സ് ക്യാൻ കം ഫ്രം, വാല്യൂ ജഡ്ജ്മെന്റ് എവിടെ നിന്നൊക്കെ വരുന്നു? ഡെമോക്രാറ്റിക് പ്രോസസ്. ഡെമോക്രാറ്റിക്. ഇപ്പം ഇനി എങ്ങനെയാണ് ഈ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നത്? ആരാണ് വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നത്? അപ്പോൾ ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെയാണ് വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്. ആൻഡ് പിന്നെയോ അതോറിറ്റി ഓർ ഗവൺമെൻറ് ഡിസിഷൻസ് ഓർ ഡിക്റ്ററ്റോറിയൽ മാനർ. അപ്പോൾ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ബഗ്സ് ആൻഡ് സാമുവൽസൺ മോഡല് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ക്യാൻ കം ഫ്രം ഡെമോക്രാറ്റിക് പ്രോസസ്. ദാറ്റ് മീൻസ് വോട്ടിങ്ങിലൂടെ, പബ്ലിക് ചോയ്സിലൂടെയാണ് വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്, അല്ലേ? അതാണ് ഡെമോക്രാറ്റിക് പ്രോസസ്. അതായത് വോട്ടിംഗ് നടത്തുന്നു. ഓരോരുത്തർ ഇപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ അവർക്ക് 10 ആൾട്ടർനേറ്റീവ്സ് കാണും, അവർക്ക് ഓപ്ഷൻസ് കാണും. അപ്പോൾ ആ ഓപ്ഷൻ ഇഷ്ടാനിഷ്ടങ്ങൾ കാണും. അപ്പോൾ അവർ എന്താണ് 3 ആൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യുന്നു? ഓരോ വ്യക്തിക്കും ഓരോ പ്രിഫറൻസ് ആയിരിക്കും, ഓരോ റാങ്കിങ് ആയിരിക്കും കൊടുക്കുക. അതാണ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവിന് ഇപ്പം നമുക്ക് തന്നെ ഇഷ്ടാനിഷ്ടങ്ങളില്ലേ? ഇപ്പോൾ നമ്മുടെ അയൽവാസിക്ക് അവരുടെ നമ്മുടെ താല്പര്യങ്ങളായിരിക്കില്ല തൊട്ടടുത്തുള്ള ഒരാളുടെ താല്പര്യങ്ങൾ. അപ്പോൾ അതുപോലെ ഓരോരുത്തരുടെ താല്പര്യങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമാണ്. അതാണ് പേഴ്സണൽ യൂട്ടിലിറ്റി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ഓരോ വ്യക്തികളുടെ പേഴ്സണൽ ആയിട്ടുള്ള വോട്ടിംഗ് നടത്തുന്നു, അവരുടെ ഇഷ്ടങ്ങൾ നോക്കുന്നു. വോട്ടിങ്ങിലൂടെ അവർ ഓരോരുത്തരും, ഇപ്പോൾ ഇൻഡിവിജ്വൽ അയാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതാണ് അതിന് അവിടെ വോട്ട് ചെയ്യുന്നു. മീൻസ് അതിന് എന്ത് ചെയ്യുന്നു? പോയിന്റ് കൊടുക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്. അല്ലാതെ ഒരു ബ്ലൈൻഡായിട്ട് നമുക്ക് ഇന്ന സൊസൈറ്റിയിൽപ്പെട്ട, ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് ഇന്നതായിരിക്കും താല്പര്യമെന്ന് ഗവൺമെൻറ്റിന് ഗസ് ചെയ്തുകൊണ്ട് നടപ്പാക്കാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? ആ കേരളത്തിലുള്ള ആളുകളുടെ ചോയ്സ് നോക്കും, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കും, അവിടെ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിൻ്റെതായ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിന് വേണ്ട ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? ഫണ്ട്, റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വാല്യൂ ജഡ്ജ്മെൻറ്റ് എങ്ങനെയൊക്കെ ഉണ്ടാകാമെന്നാണ് പറയുന്നത്? ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ, അതായത് വോട്ടിങ്ങിലൂടെയും പബ്ലിക് ചോയ്സിലൂടെയും ഉണ്ടാകാം. ആൻഡ് അതോറിറ്റി, പിന്നെ ആരിലൂടെ വാല്യൂ ജഡ്ജ്മെൻറ്റ് ഉണ്ടാകും? അതോറിറ്റി, ആ ഒരു സൊസൈറ്റിയുടെ അതോറിറ്റി, അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസിഷൻസ്, അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിസിഷൻസിലൂടെ, ഓർ ഡിക്റ്ററ്റോറിയൽ മാനർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി തീരുമാനിക്കും. പിന്നെ ആ സൊസൈറ്റി നിയന്ത്രിക്കുന്ന ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയൊക്കെ വാല്യൂ ജഡ്ജ്മെൻറ്റ് ഉണ്ടാകാം. അപ്പോൾ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്നു. ആ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് ഇതായിരിക്കും സൊസൈറ്റിയുടെ തീരുമാനം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വെൽഫെയർ ഇതാണ് എന്ന് എന്തിലൂടെ അറിയാൻ പറ്റും? വാല്യൂ ജഡ്ജ്മെൻറ്റിലൂടെ അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ഇവരുടെ എല്ലാവരുടെയും, സൊസൈറ്റിയുടെ എല്ലാവരുടെയും എന്ത് പരിഗണിക്കണം? യൂട്ടിലിറ്റി പരിഗണിക്കണം. ആണ് ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി. ആ യൂട്ടിലിറ്റി പരിഗണിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്?
നമ്മൾ വോട്ടിങ്ങിലൂടെയോ അല്ലെങ്കിൽ പബ്ലിക് ചോയ്സിലൂടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റി ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പോൾ ആ സൊസൈറ്റി നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്കായിരിക്കും അധികാരം കൂടുതൽ, അയാൾ തന്നെയോ ഈ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ഒരു സോഷ്യൽ വെൽഫെയർ, സൊസൈറ്റിയുടെ വെൽഫെയർ തീരുമാനിക്കുന്നു. അതാണ് ബർഗ്സ് ആൻഡ് സാമുവൽസൺ മോഡൽ പറയുന്നത്. A social welfare function needs value judgments. That means opinion about what is fair or desirable in society. Value judgment എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, ഒപ്പീനിയൻസ് അബൌട്ട് വാട്ട് ഈസ് ഫെയർ ഓർ ഡിസൈറബിൾ ഇൻ സൊസൈറ്റി. സൊസൈറ്റിക്ക് ഫെയർ ഏതാണ് ഡിസൈറബിൾ ഏതാണ് എന്നുള്ള ഒപ്പീനിയനാണ് എന്ന് പറയുന്ന വാല്യൂ ജഡ്ജ്മെൻറ്റ്. ആ വാല്യൂ ജഡ്ജ്മെൻറ്റ് എന്തിന് അത്യാവശ്യമാണ്, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ അത്യാവശ്യമാണ്. ദീസ് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ആർ നോട്ട് ക്രിയേറ്റഡ് ബൈ ഇക്കോണമിസ്റ്റ്. ഇനി പറയുകയാണ്, ഈ വാല്യൂ ജഡ്ജ്മെന്റ് ആരല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, ഇക്കോണമിസ്റ്റുകളല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ആർ നോട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് മെത്തേഡ്സ്. എന്തിലൂടെയല്ല, സയന്റിഫിക് മെത്തേഡ്സിലൂടെയും അല്ല വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നത്. അപ്പോൾ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നത് ഇക്കോണമിസ്റ്റുകളല്ല, അതുപോലെ സയന്റിഫിക് മെത്തേഡ്സിലൂടെയും അല്ല. ഇൻസ്റ്റഡ് പകരം ദേ കം ഫ്രം ഔട്ട്സൈഡ് ഇക്കണോമിക്സ്. ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഔട്ട്സൈഡ് ഇക്കണോമിക്സ്, ഇക്കണോമിക്സിന് പുറത്തുനിന്നാണ് വരുന്നത്. ലൈക്ക് എത്തിക്സ്, പൊളിറ്റിക്സ്, സൊസൈറ്റീസ് വ്യൂ. അപ്പോൾ ഇത് ഇക്കോണമിസ്റ്റുകളുടെ ഇക്കണോമിക് തിയറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒന്നല്ല സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. ഇക്കണോമിക്സിന്റെ ഭാഗമൊക്കെ തന്നെയാണ്. അതുപോലെ സയന്റിഫിക് ആയിട്ട് മേക്ക് ചെയ്യുന്ന ഒന്നല്ല സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ അല്ലെങ്കിൽ വാല്യൂ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെയോ ദേ കം ഫ്രം ഔട്ട്സൈഡ് ഇക്കണോമിക്സ്, ഇക്കണോമിക്സിന് പുറത്തുനിന്നാണ് വാല്യൂ ജഡ്ജ്മെന്റ് നടക്കുന്നത്. ലൈക്ക് എത്തിക്സ് നോക്കും, മനസ്സിലായില്ലേ. അതുപോലെ പൊളിറ്റിക്സ്, അവിടുത്തെ ആ സൊസൈറ്റിയിൽ നിൽക്കുന്ന രാഷ്ട്രീയം, ഇപ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങളായിരിക്കും. അപ്പോൾ ആ രാഷ്ട്രീയം എന്തിനെ സ്വാധീനിക്കും, വാല്യൂ ജഡ്ജ്മെന്റിനെ സ്വാധീനിക്കും. സൊസൈറ്റീസ് വ്യൂ, ഓരോ സൊസൈറ്റിയുടെയും കാഴ്ചപ്പാട്. അപ്പോൾ അത് ഇക്കണോമിക്സിന് പുറത്തുള്ള കാര്യമാണ്. അപ്പോൾ വാല്യൂ ജഡ്ജ്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്ട്, എത്തിക്സ്, പൊളിറ്റിക്സ്, സൊസൈറ്റീസ് വ്യൂ. അതൊക്കെ എന്തിനെ സ്വാധീനിക്കും, വാല്യൂ ജഡ്ജ്മെന്റിനെ സ്വാധീനിക്കും. അല്ലാതെ വാല്യൂ ജഡ്ജ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എന്തിലൂടെയല്ല, ഇക്കോണമിസ്റ്റുകളല്ല, അല്ലെങ്കിൽ പിന്നെ സയന്റിഫിക് മെത്തേഡിലൂടെയും അല്ല വാല്യൂ ജഡ്ജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. വാല്യൂ ജഡ്ജ്മെന്റ് നടത്തിയാലേ സൊസൈറ്റിയുടെ വെൽഫെയർ നമുക്കറിയാൻ പറ്റൂ. അതിനെ സ്വാധീനിക്കുന്നത് എത്തിക്സ് ആണ്, പൊളിറ്റിക്സ് ആണ്, സൊസൈറ്റീസ് വ്യൂ ആണ്. ഇക്കോണമിസ്റ്റ് ഹിംസെൽഫ് ഡോണ്ട് ഡിസൈഡ് വാട്ട് ഈസ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽഫെയർ. ഇക്കോണമിസ്റ്റുകൾക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോണ്ട് ഡിസൈഡ്, അല്ലെ, ഇക്കണോമിസ്റ്റ് ഹിംസെൽഫ് ഡോണ്ട് ഡിസൈഡ്, സ്വയം അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല വാട്ട് ഈസ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽഫെയർ, എന്താണ് ശരിയായിട്ടുള്ള വെൽഫെയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ദേ ടേക്ക് സൊസൈറ്റീസ് വാല്യൂ. അവരെന്ത് പരിഗണിക്കുന്നു, ഇക്കോണമിസ്റ്റുകൾ എന്ത് പരിഗണിച്ചേ പറ്റൂ, സൊസൈറ്റിയുടെ വാല്യൂ പരിഗണിക്കണം, ഒരു സൊസൈറ്റിയുടെ മൂല്യം പരിഗണിക്കണം. as given and then use them in their analysis. അപ്പോൾ they take society's value. Society's value എന്ന് വെച്ചാൽ ആളുകളുടെ അഭിപ്രായം, അതാണ് സിമ്പിളായി പറഞ്ഞാൽ ആ സൊസൈറ്റിയിലെ ആളുകളുടെ അഭിപ്രായം, ആളുകളുടെ പിന്നെ മൂല്യങ്ങൾ, അത് പരിഗണിക്കണം. ആൻഡ് ദെൻ യൂസ് ദം ഇൻ ദെയർ അനാലിസിസ്. എന്നിട്ട് അവരുടെ അനാലിസിസിന് വേണ്ടി അവരത് ഉപയോഗിക്കുക. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു ഇക്കോണമിസ്റ്റിന് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. സൊസൈറ്റിയുടെ വാല്യൂ പരിഗണിക്കണം, സൊസൈറ്റിയുടെ ഒപ്പീനിയൻ പരിഗണിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് അനാലിസിസ് നടത്താൻ പറ്റൂ. This helps solve a big problem in welfare economics. ഇത് ഇങ്ങനെ ഇക്കോണമിസ്റ്റുകൾ എന്ത് പരിഗണിക്കുന്നത്, സൊസൈറ്റിയുടെ വാല്യൂ പരിഗണിക്കുന്നത് ഈ വെൽഫെയർ ഇക്കണോമിക്സിന്റെ വലിയൊരു പ്രശ്നം ഒഴിവാക്കുന്നു. ദാറ്റ് ഈസ് ഇക്കോണമിസ്റ്റ് ക്യാൻ സ്റ്റഡി വെൽഫെയർ വിത്തൗട്ട് മേക്കിംഗ് പേഴ്സണൽ മോറൽ ജഡ്ജ്മെന്റ്സ്. അതിന്റെ അർത്ഥം എന്താണ്, ദാറ്റ് ഈസ് ഇക്കോണമിസ്റ്റ് ക്യാൻ സ്റ്റഡി വെൽഫെയർ. ഇക്കോണമിസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽഫെയറിനെ കുറിച്ച് പഠിക്കാൻ പറ്റും വിത്തൗട്ട് മേക്കിംഗ് പേഴ്സണൽ മോറൽ ജഡ്ജ്മെന്റ്സ്. എന്തുകൂടാതെ പേഴ്സണൽ മോറൽ ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു സ്വയം പേഴ്സണൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അതീതമായി, അതായത് ഇക്കോണമിസ്റ്റുകൾക്ക് എപ്പോഴും ഒരു പേഴ്സണൽ മോറൽ ജഡ്ജ്മെന്റ് ഉണ്ടാകും. അതുകൂടാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്കോണമിസ്റ്റുകൾക്ക് വെൽഫെയറിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. കാരണം മറ്റുള്ള തിയറീസ് ഒക്കെ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇക്കോണമിസ്റ്റുകൾ മറ്റുള്ള തിയറീസും മറ്റുമൊക്കെ വെൽഫെയർ ഇക്കണോമിക്സിന് പുറത്തുള്ള തിയറീസ് ഒക്കെ അവർ മേക്ക് ചെയ്യുന്നത് പേഴ്സണൽ ജഡ്ജ്മെന്റ് ആണ്. അവർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാകും, ആ താല്പര്യങ്ങൾ അതിനെ സ്വാധീനിക്കും. പക്ഷേ ഇവിടെ ഇക്കോണമിസ്റ്റുകൾക്ക് തിയറീസ് വെൽഫെയർ ഇക്കണോമിക്സിൽ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയായിരിക്കും, എന്ത് പരിഗണിച്ചേ പറ്റും, സോഷ്യൽ വാല്യൂസ് പരിഗണിക്കണം. അല്ലാതെ എന്തിലൂടെയല്ല, പേഴ്സണൽ മോറൽ ജഡ്ജ്മെന്റിലൂടെ, സ്വന്തം താല്പര്യങ്ങൾക്ക് പുറത്തു നിന്നുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഇവിടെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം താല്പര്യങ്ങൾ എന്തിനെ സ്വാധീനിക്കില്ല, സോഷ്യൽ വെൽഫെയർ. ഇക്കോണമിസ്റ്റുകളുടെ സ്വന്തം താല്പര്യങ്ങൾ സോഷ്യൽ വെൽഫെയറിനെ സ്വാധീനിക്കുന്നില്ല. ഓക്കെ. Social welfare is not an abstract concept, but it is directly built upon welfare of the individuals within that society. ഇനി അവർ പറയുന്നത് സോഷ്യൽ വെൽഫെയർ എന്താണ്, ഈസ് നോട്ട് ആൻ അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ്, അല്ലേ, എന്തല്ല,
ഒരു അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ്, രൂപമില്ലാത്ത കോൺസെപ്റ്റ് അല്ല എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ചാൽ അമൂർത്തമായ രൂപമില്ലാത്തൊരു കോൺസെപ്റ്റ് അല്ല, എന്ന് വെച്ചാൽ ഒരു രൂപമുണ്ട്. കാരണം നമ്മൾ യൂട്ടിലിറ്റിയിലെ പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുന്നു വെൽഫെയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവർ പറയുന്നത് സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് ഒരിക്കലും നോട്ട് ആൻ അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റ്, എന്തല്ല, രൂപമില്ലാത്ത ഒരു കോൺസെപ്റ്റ് അല്ല എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ. ബട്ട് ഇറ്റ് ഈസ് ഡയറക്ട്ലി ബിൽറ്റ് അപ്പോൺ, പക്ഷേ ഇത് നേരിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, ബിൽറ്റ് അപ്പോൺ വെൽഫെയർ ഓഫ് ദ ഇൻഡിവിജ്വൽസ് വിത്തിൻ ദാറ്റ് സൊസൈറ്റി. അപ്പോൾ കൃത്യമായിട്ടൊരു രൂപമുണ്ട് ഏതിന്, വെൽഫെയറിന്, സോഷ്യൽ വെൽഫെയറിന് കൃത്യമായ രൂപമുണ്ട്. കാരണം അവർ പറയുന്നു ആ വെൽഫെയർ ഓഫ് ദ ഇൻഡിവിജ്വൽസ് അല്ലേ, ഡയറക്ട്ലി ബിൽറ്റ് അപ്പോൺ, സോഷ്യൽ വെൽഫെയർ ഈസ് ഡയറക്ട്ലി ബിൽറ്റ് അപ്പോൺ ദ വെൽഫെയർ ഓഫ് ദ ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ സൊസൈറ്റി. തീർച്ചയായിട്ടും അതിന് രൂപമുണ്ട്. അത് രൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ആ സോഷ്യൽ വെൽഫെയർ ഈസ് ബിൽറ്റ് അപ്പോൺ ദ വെൽഫെയർ ഓഫ് ദ ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഇൻഡിവിജ്വൽസിന്റെ വെൽഫെയർ ആണ് സോഷ്യൽ വെൽഫെയർ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ രൂപം ഏതിനുണ്ട്, സോഷ്യൽ വെൽഫെയറിനുണ്ട്. അല്ലാതെ ഇക്കോണമിസ്റ്റുകളുടെ സ്വന്തം നിലയ്ക്കല്ല, ഏതെങ്കിലും തരത്തിലല്ല സോഷ്യൽ വെൽഫെയർ മേക്ക് ചെയ്യുന്നതെന്നാണ് എൻ്റെ അർത്ഥം. എ പേഴ്സൺസ് ഹാപ്പിനെസ് or utility is derived solely from their own consumption of goods and services. What others consumes does not influence an individual's utility level. ഇനി പറയുന്നു, ഇനി ഒരാളുടെ യൂട്ടിലിറ്റി എങ്ങനെയായിരിക്കും, അപ്പോൾ വ്യക്തികൾ, ഒരു സൊസൈറ്റിയിലുള്ള വ്യക്തികളുടെ യൂട്ടിലിറ്റി, ഒരു സൊസൈറ്റിയിലുള്ള വ്യക്തികളുടെ യൂട്ടിലിറ്റിക്ക് നിന്നാണ് സോഷ്യൽ വെൽഫെയർ നമ്മൾ മേക്ക് ചെയ്യുന്നത്, സൊസൈറ്റിയുടെ ഓവറോൾ വെൽഫെയർ മേക്ക് ചെയ്യുന്നത്. ഇനി എ പേഴ്സൺസ് ഹാപ്പിനെസ്, ഒരു വ്യക്തിയുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ യൂട്ടിലിറ്റി എങ്ങനെയായിരിക്കും, ഈസ് ഡിറൈവ്ഡ് സോൺലി ഫ്രം ദെയർ ഓൺ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അയാളുടെ സ്വന്തം ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കൺസംഷനിൽ നിന്നായിരിക്കും ഒരാളുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. വാട്ട് അതേഴ്സ് കൺസ്യൂം ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ആൻ ഇൻഡിവിജ്വൽസ് യൂട്ടിലിറ്റി ലെവൽ. എന്ത്, മറ്റുള്ളവർ എന്താണോ കൺസ്യൂം ചെയ്യുന്നത്, മറ്റുള്ളവരുടെ കൺസംഷൻ ഒരു വ്യക്തിയുടെ യൂട്ടിലിറ്റിയെ സ്വാധീനിക്കും. ഇപ്പോൾ എൻ്റെ യൂട്ടിലിറ്റിയെ അല്ലെങ്കിൽ എൻ്റെ സാറ്റിസ്ഫാക്ഷനെ, എൻ്റെ ഹാപ്പിനെസ്സിനെ സ്വാധീനിക്കുന്നത് ഞാൻ വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളും സേവനങ്ങളുടെയും അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് ആണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എൻ്റെ സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ യൂട്ടിലിറ്റി അതാണ്. മറ്റുള്ളവർ എന്തുപയോഗിക്കുന്നു, അവരുപയോഗിക്കുന്ന സാധനങ്ങൾ, അവരുപയോഗിക്കുന്ന സർവീസസ്, അത് എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്നുണ്ടാകുന്ന യൂട്ടിലിറ്റി എൻ്റെ യൂട്ടിലിറ്റിയെ സ്വാധീനിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഓരോരുത്തരുടെ യൂട്ടിലിറ്റിയും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തത നിറഞ്ഞ പേഴ്സണൽ യൂട്ടിലിറ്റിയിൽ നിന്നാണ് സോഷ്യൽ വെൽഫെയർ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരു യുനാനിമസ് ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ അവിടെ ഉണ്ടാകില്ല. അപ്പോൾ ഈ ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തതയുണ്ട്, ഓരോരുത്തരുടെ യൂട്ടിലിറ്റിയും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വ്യത്യസ്തതയിൽ നിന്ന് നമുക്കൊരു കോമൺ ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ക്രൈറ്റീരിയ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് നടത്തിയേ പറ്റൂ, ഈ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തിയേ പറ്റും. അതാണ് വാല്യൂ ജഡ്ജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. അവിടെ നമുക്ക് വാല്യൂ ജഡ്ജ്മെൻറ്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാരണം വ്യത്യസ്തമാണ്. ഇപ്പോൾ എല്ലാവരുടെ യൂട്ടിലിറ്റി സെയിം ആണെങ്കിൽ വാല്യൂ ജഡ്ജ്മെൻറ്റ് ആവശ്യമില്ല, നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ വെൽഫെയറിലേക്ക് പോകാം. പക്ഷേ ഇവിടെ ഒരു സൊസൈറ്റിയിൽ 10 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 10 യൂട്ടിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ഒരു 5 പേർക്ക് ഏതെങ്കിലും ഒന്നിനോടായിരിക്കും താല്പര്യം, മറ്റുള്ളവർക്ക് മറ്റൊന്നിനോടായിരിക്കും. അപ്പോൾ ഒരു സോഷ്യൽ വെൽഫെയർ മേക്ക് ചെയ്യുമ്പോൾ ഈ 2 കൂട്ടരുടെയും എന്ത് പരിഗണിച്ചേ പറ്റൂ, യൂട്ടിലിറ്റി പരിഗണിക്കണം. അതിനനുസരിച്ച് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യണം. പറഞ്ഞു മനസ്സിലായല്ലോ, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. യൂട്ടിലിറ്റി ഈസ് എ മെൻ്റൽ ഫിനോമിനൻ. അദ്ദേഹം പറയുന്ന യൂട്ടിലിറ്റി എന്താണ്, ഒരു മെൻ്റൽ ഫിനോമിനനാണ്. മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ടു മെഷർ ഓർ എസ്റ്റിമേറ്റ് വിത്ത് പെർഫെക്റ്റ് ആക്യുറസി. അദ്ദേഹം പറയുന്നു മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ടു മെഷർ ഓർ എസ്റ്റിമേറ്റ് വിത്ത് പെർഫെക്റ്റ് ആക്യുറസി. ഒരു പെർഫെക്റ്റ് ആക്യുറസിയോടുകൂടി ഒരിക്കലും നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റില്ല, യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വെൽഫെയർ മെഷർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് യു കനോട്ട് ഒബ്ജക്റ്റീവ്ലി ആഡ് ഓർ സബ്സ്ട്രാക്ട് ദ ഹാപ്പിനെസ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ. യു കനോട്ട് ഒബ്ജക്റ്റീവ്ലി, ഒബ്ജക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ഓർ സബ്സ്ട്രാക്ട് ദ ഹാപ്പിനെസ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ. കാരണം ഓരോരുത്തരിലും വെൽഫെയർ വ്യത്യസ്തമാണ്, അത് മെൻ്റൽ പ്രോസസ്സാണ്. അതുകൊണ്ട് ഒബ്ജക്റ്റീവായിട്ട് മാത്തമാറ്റിക്കലി അല്ലേ കൃത്യതയോടുകൂടി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ യൂട്ടിലിറ്റി ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റുകയില്ല. അപ്പോൾ എല്ലാ യൂട്ടിലിറ്റി സെയിം ആണെങ്കിൽ കൃത്യമായിട്ട് ആഡ് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഇത് മെൻ്റൽ ഫിനോമിനാണ്, അത് വ്യത്യസ്തമാണ് ഓരോരുത്തരിലും. പിന്നെ ഒരാളിൽ തന്നെ എന്താണ് യൂട്ടിലിറ്റി ഓരോ ദിവസം കഴിയുമ്പോൾ വ്യത്യസ്തമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒബ്ജക്റ്റീവായിട്ട് നമുക്കൊരിക്കലും ഇത് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റുകയില്ല. അതെന്ത് ചെയ്യുന്നു, ക്രിയേറ്റിംഗ് എ മാത്തമാറ്റിക്കൽ ഫോർമുല ഫോർ സൊസൈറ്റി ഈസ് ഇൻഹറൻ്റ്ലി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് ക്രിയേറ്റിംഗ് എ മാത്തമാറ്റിക്കൽ ഫോർമുല ഫോർ സൊസൈറ്റി ഈസ് ഇൻഹറൻ്റ്ലി ഡിഫിക്കൽട്ട്. സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷന് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈസ് ഇൻഹറൻ്റ്ലി ഡിഫിക്കൽട്ട് അല്ലേ, വളരെ ബുദ്ധിമുട്ടുള്ള കാരണമാണ്, പൂർണ്ണമായും ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കലായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്കൊരു സോഷ്യൽ വെൽഫെയറിൻ്റെ ഒരു ഫോർമുല മേക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് ആര് പറയുന്നത്. പിന്നെ ഇതൊരു മാനസിക വ്യാപാരമായതുകൊണ്ട് ആളുകളിൽ വ്യത്യസ്തത പുലർത്തുന്നതുകൊണ്ട് ഒരിക്കലും ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിലൂടെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുകയില്ല. സിൻസ് there is no purely scientific way to measure welfare, the function must rely on value judgments. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക്
ഒരു മാത്തമാറ്റിക്കൽ ഫോമുല ഉപയോഗിച്ചുകൊണ്ട് സയൻറ്റിഫിക് ആയിട്ട് നമുക്കൊരിക്കലും വെൽഫെയർ കണ്ടെത്താൻ പറ്റുന്നില്ല, സോഷ്യൽ വെൽഫെയർ കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന കാര്യം മനസ്സിലായി. അതുകൊണ്ട് വി മസ്റ്റ് റിലൈ ഓൺ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ? വാല്യൂ ജഡ്ജ്മെൻറ്റ്സിന് ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. അല്ലാതെ നമുക്ക് ബ്ലൈൻഡായിട്ട് ഒരു സോഷ്യൽ വെൽഫെയർ കണ്ടെത്തിയിട്ട് കാര്യമില്ല. The shape of society's welfare function depends entirely on who is making these value judgments. അപ്പോൾ the shape of society's welfare, ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ ഫംഗ്ഷൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, ഒരു വെൽഫെയർ ക്രൈറ്റീരിയയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ഹൂ ഈസ് മേക്കിംഗ് ദീസ് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്. അതായത് വാല്യൂ ജഡ്ജ്മെൻറ്റ്സിലൂടെയാണ് സോഷ്യൽ വെൽഫെയർ എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ. ഇനി സൊസൈറ്റിയുടെ വെൽഫെയർ ഫംഗ്ഷൻ്റെ ഷേപ്പ്, അതിൻ്റെ രൂപം ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ഹൂ ഈസ് മേക്കിംഗ് ദ വാല്യൂ ജഡ്ജ്. ആരാണ് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് നടത്തുന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന വാല്യൂ ജഡ്ജ്മെൻ്റ് ആണ്. അതിനേക്കാളുപരി ആരാണ് വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളതാണ്. ദിസ് അതോറിറ്റി കുഡ് ബി, അത് വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്ന അതോറിറ്റി ആരൊക്കെ ആയിരിക്കാം? ആൻ ഇക്കോണമിസ്റ്റ്, ചിലപ്പോൾ ഒരു ഇക്കോണമിസ്റ്റ് ആയിരിക്കാം. ഇക്കോണമിസ്റ്റിന് ചെയ്യാൻ പറ്റും. എങ്ങനെ? വാല്യൂ ജഡ്ജ്മെൻറ്റിലൂടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ലെജിസ്ലേച്ചർ, ഒരു നിയമനിർമ്മാണ സഭയായിരിക്കാം. ദാറ്റ് മീൻസ് പാർലമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കാം വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നത്. അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രൂപ്പ്, അല്ലെങ്കിൽ എന്താണ്, ആളുകളുടെ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം, ഒരു ഡിക്റ്റേറ്റർ ആയിരിക്കാം എന്ത് നടത്തുന്ന വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ആരാണ് വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വാല്യൂ ജഡ്ജ്മെൻ്റ് ആണ് എന്തിനെ സ്വാധീനിക്കുന്നത്? സോഷ്യൽ വെൽഫെയറിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ആരൊക്കെ ആയിരിക്കാം? ചിലപ്പോൾ ഒരു ഇക്കോണമിസ്റ്റ് ആയിരിക്കാം, ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പാർലമെൻറ്റ് ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർ ആയിരിക്കാം. അവരിൽ ആരെങ്കിലും ആയിരിക്കും വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ഇവരുടെ ഓരോരുത്തരുടെയും വാല്യൂ ജഡ്ജ്മെൻറ്റിൽ വ്യത്യാസം വന്നാൽ അത് സോഷ്യൽ വെൽഫെയറിനെ സ്വാധീനിക്കും. ഓക്കെ. Bergson and Samuelson address the difficulty of measuring utility by assuming the existence of Superman, an ethical observer or authority. അപ്പോൾ ഇവരിലെ ഇക്കോണമിസ്റ്റുകളുടെ ഇപ്പോൾ ഓരോരുത്തരും നടത്തുന്ന വാല്യൂ ജഡ്ജ്മെൻറ്റ് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ഒരു സൊസൈറ്റിയിൽ തന്നെ ഒരു ഇക്കോണമിസ്റ്റ് നടത്തുന്ന വാല്യൂ ജഡ്ജ്മെൻറ്റും, പിന്നെ പാർലമെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് നടത്തുന്ന വാല്യൂ ജഡ്ജ്മെൻറ്റും, ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് നടത്തുന്ന വാല്യൂ ജഡ്ജ്മെൻറ്റും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സോഷ്യൽ വെൽഫെയറിലേക്ക് എത്താൻ, അപ്പോൾ അവിടെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് സോഷ്യൽ വെൽഫെയർ മേക്കിങ്ങിൽ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ബർഗ്സൺ ആൻഡ് സാമുവൽസൺ അഡ്രസ്സസ് ദ ഡിഫിക്കൽറ്റി ഓഫ് മെഷറിംഗ് യൂട്ടിലിറ്റി ബൈ അസ്യൂമിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് സൂപ്പർമാൻ. അതുകൊണ്ട് അവർ പറയുന്നു, ഈ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നതിന് ഈ ഡിഫിക്കൽറ്റി ഉള്ളത് കൊണ്ട് അവർ പറയുന്നു അവിടെ ഒരു സൊസൈറ്റിയിൽ ആരുടെ എക്സിസ്റ്റൻസ് ഉണ്ടാകും? ഒരു സൂപ്പർമാൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഒരു ഇമാജിനറി പേഴ്സൺ ആണ് സൂപ്പർമാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സൂപ്പർമാൻ ഉണ്ടാകും. അതാണ് എത്തിക്കൽ ഒബ്സർവർ ഓർ അതോറിറ്റി. വാല്യൂ ജഡ്ജ്മെന്റ് നടത്താൻ അവർ കൊണ്ടുവന്ന ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? എത്തിക്കൽ ഒബ്സർവർ ഓർ അതോറിറ്റി. കാരണം ഈ വാല്യൂ ജഡ്ജ്മെന്റ് റിയൽ ഇക്കോണമിയിൽ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്ന ആരായിരിക്കും? ഒരു ഇക്കോണമിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർലമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർ ആയിരിക്കാം. പക്ഷെ അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണെങ്കിൽ അത് പ്രശ്നത്തിലേക്ക് നയിക്കും. കൃത്യമായിട്ടുള്ളൊരു വാല്യൂ ജഡ്ജ്മെന്റ് നടത്താൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ബർഗ്സൺ എന്ത് ചെയ്യുന്നു? ഈ ഡിഫിക്കൽറ്റി അഡ്രസ്സ് ചെയ്യുന്ന എന്തിലൂടെയാണ്? എന്ത് അസ്യൂം ചെയ്യുന്നു അദ്ദേഹം? ഈ വാല്യൂ ജഡ്ജ്മെന്റ് നടത്താൻ ഒരു സൊസൈറ്റിയിൽ ഒരു സൂപ്പർമാൻ ഉണ്ടാകും, ഒരു എത്തിക്കൽ ഒബ്സർവർ ഉണ്ടാകും, ഒരു അതോറിറ്റി ഉണ്ടാകുമെന്ന് അദ്ദേഹം കണക്കാക്കുന്നു. ദിസ് ഫിഗർ പ്രൊവൈഡ്സ് നെസറി വാല്യൂ ജഡ്ജ്മെന്റ്സ് ടു സോൾവ് ഇക്കണോമിക് പ്രോബ്ലം. ദിസ് ഫിഗർ എന്ന് വെച്ചാൽ ആരാണ്? സൂപ്പർമാൻ, അല്ലേ? ആ സൂപ്പർമാൻ പ്രൊവൈഡ്സ് നെസറി വാല്യൂ ജഡ്ജ്മെന്റ്സ് ടു സോൾവ് ഇക്കണോമിക് പ്രോബ്ലംസ്. അവരെന്ത് എടുക്കുന്നു? ഇക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ആവശ്യമായ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നു. ഡിസൈഡിങ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് ഇൻകം ആൻഡ് ബാലൻസിങ് കറണ്ട് വേഴ്സസ് ഫ്യൂച്ചർ നീഡ്സ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ജഡ്ജ്മെന്റ് നടത്തിയാലേ നമുക്ക് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഈ സൂപ്പർമാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ ദിസ് ഫിഗർ സൂപ്പർമാൻ പ്രൊവൈഡ്സ് നെസറി വാല്യൂ ജഡ്ജ്മെന്റ്സ് ടു സോൾവ് ഇക്കണോമിക് പ്രോബ്ലംസ്. ഇക്കണോമിക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നു. അങ്ങനെ ഒരു സോഷ്യൽ വെൽഫെയർ ക്രൈറ്റീരിയ മേക്ക് ചെയ്യുകയും എന്നിട്ട് എന്ത് ഡിസൈഡ് ചെയ്യുന്നു? ആ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ അവർ മുൻകൂട്ടി കാണുന്നു. ഈ സൂപ്പർമാൻ ആവശ്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു? പിന്നെ അവതരിപ്പിക്കുകയും ആ സൊസൈറ്റിക്ക് വേണ്ട ആവശ്യങ്ങൾ എന്നതാണെന്ന് അവതരിപ്പിക്കുക. അതിനനുസരിച്ച് ഡിസൈഡിങ് തീരുമാനിക്കുന്നു. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് ഇൻകമിങ്, വരുമാനം എങ്ങനെ വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ആൻഡ് ബാലൻസിങ് കറണ്ട് വേഴ്സസ് ഫ്യൂച്ചർ നീഡ്സ്, ഇപ്പോഴത്തെ ആവശ്യങ്ങളും ഭാവിയിലെ ആവശ്യങ്ങളും എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അതിനെന്ത് വേണം? വാല്യൂ ജഡ്ജ്മെന്റ് വേണം.
കാരണം അതാരാണ് നടത്തുന്നത്? സൂപ്പർമാനാണ് നടത്തുന്നത് എന്നാണ് അവർ പരിഗണിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ നടത്തുമ്പോൾ, ഇക്കോണമിസ്റ്റുകളും ഗവൺമെൻറ്റും ഒക്കെ നടത്തുമ്പോൾ അതിന് ഡിഫിക്കൽറ്റി ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ബൈ ഫോളോയിങ് ദീസ് സൂപ്പർമാൻസ് വ്യൂ, സൂപ്പർമാൻ്റെ വ്യൂ ഫോളോ ചെയ്തുകൊണ്ട് ഇക്കോണമിസ്റ്റ് അവോയ്ഡ് ദ ഇമ്പോസിബിൾ task of mathematically adding or subtracting different people's personal feelings, that means interpersonal utility comparison. അപ്പോൾ by following the superman's view, സൂപ്പർമാൻ്റെ കാഴ്ചപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട്, കാരണം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് എന്ത് നടത്താൻ പറ്റും, വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്താൻ പറ്റുമെന്നാണ് ആര് വിശ്വസിക്കുന്നത്? ബർഗ്സനും സാമുവൽസനും വിശ്വസിക്കുന്നത്. ആ സൂപ്പർമാൻ്റെ വ്യൂ ഫോളോ ചെയ്തുകൊണ്ട് ഇക്കോണമിസ്റ്റുകൾ എന്ത് അവോയ്ഡ് ദ ഇമ്പോസിബിൾ ടാസ്ക് of mathematically adding or subtracting different people's personal feelings. അപ്പോൾ അത് മാത്തമാറ്റിക്കലി ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി സബ്സ്ട്രാക്ട് ചെയ്യുന്ന എന്ത് ഡിഫറെൻറ്റ് പീപ്പിൾസ് പേഴ്സണൽ ഫീലിംഗ്, വ്യത്യസ്തമായ ആളുകളുടെ വ്യക്തിപരമായ ഫീലിങ്സ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ആളുകളുടെ യൂട്ടിലിറ്റി ആഡ് ചെയ്യുക, മാത്തമാറ്റിക്കലി ആഡ് ചെയ്യുക, അതുപോലെ സബ്സ്ട്രാക്ട് ചെയ്യുക എന്ന ടാസ്ക്, ആ ടാസ്കിൻ്റെ ഇമ്പോസിബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് കൃത്യമായിട്ട് നമുക്കൊരു സോഷ്യൽ വെൽഫെയറിൽ എത്താൻ പറ്റുന്നില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ അങ്ങനെ മാത്തമാറ്റിക്കലായിട്ട് വ്യത്യസ്തമായ ആളുകളുടെ യൂട്ടിലിറ്റി ആഡ് ചെയ്തുകൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു സോഷ്യൽ വെൽഫെയറിൽ എത്തുന്നത് ഇമ്പോസിബിൾ ആണ്. ആ ഇമ്പോസിബിലിറ്റി ആർക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും? ഇക്കോണമിസ്റ്റുകൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ ബൈ ഫോളോയിങ് ദ സൂപ്പർമാൻസ് വ്യൂ, സൂപ്പർമാൻ്റെ വ്യൂ ഫോളോ ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ സൂപ്പർമാനുണ്ട്, ആ സൂപ്പർമാൻ എന്ന് പറയുന്നൊരു ഇമാജിനറി പേഴ്സൺ ആണ്, അതെല്ലാവരും ഫോളോ ചെയ്യണം. ഇക്കോണമിസ്റ്റുകൾ മാത്രമല്ല, എല്ലാവരും ഫോളോ ചെയ്താൽ നമുക്ക് എന്ന് വെച്ചാൽ കോമൺ ക്രൈറ്റീരിയ ഉണ്ടാകും വാല്യൂ ജഡ്ജ്മെൻറ്റിന്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ വെൽഫെയറിൽ എത്താൻ പറ്റും. ദിസ് അതോറിറ്റി acts for maximum social welfare rather than self-interest. This authority acts, ഈ അതോറിറ്റി, ഏത് അതോറിറ്റി? ഈ സൂപ്പർമാൻ എന്ന് പറയുന്ന അതോറിറ്റി ആക്ട്സ് ആസ് എ ആക്ട്സ് ഫോർ മാക്സിമം സോഷ്യൽ വെൽഫെയർ. എന്തിനാണ് പ്രവർത്തിക്കുന്നത്? മാക്സിമം സോഷ്യൽ വെൽഫെയർ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. റാദർ ദാൻ സെൽഫ് ഇൻട്രസ്റ്റ്, അതായത് സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരി, സ്വന്തം താല്പര്യങ്ങൾക്കല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പിന്നെയോ മാക്സിമം സോഷ്യൽ വെൽഫെയറിനാണ് ഈ അതോറിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏത് അതോറിറ്റി? സൂപ്പർമാൻ എന്ന് പറയുന്ന അതോറിറ്റി. അല്ലെങ്കിൽ ഇക്കോണമിസ്റ്റുകൾ സൂപ്പർമാനിലൂടെ ആ ഒരു കൃത്യമായിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ അല്ലെങ്കിൽ മാക്സിമം സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഈ അതോറിറ്റി എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഫോർ മാക്സിമം സോഷ്യൽ വെൽഫെയറിൻ്റെ മാക്സിമൈസേഷൻ വേണ്ടി ഈ അതോറിറ്റി പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത്? സെൽഫ് ഇൻട്രസ്റ്റ് അല്ല അവിടെ പ്രതിഫലിക്കുന്നത്. ഇൻ എ മോഡേൺ കോണ്ടെക്സ്റ്റ് ദ സൂപ്പർമാൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ ഇലക്റ്റഡ് ഗവൺമെൻറ്. എന്നാൽ അദ്ദേഹം പറയുന്നു, ഇൻ ദ മോഡേൺ കോണ്ടെക്സ്റ്റിൽ, ആധുനിക കാലഘട്ടത്തിൽ ഈ സൂപ്പർമാന് പകരം ഇന്ന് അതിനെ മാറ്റിക്കൊണ്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഇലക്റ്റഡ് ഗവൺമെൻറ്, തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഇക്കോണമിസ്റ്റുകളാണ് പ്രവർത്തിച്ചത്. ഇക്കോണമിസ്റ്റുകൾ വരുമ്പോൾ എന്താണ്? അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് വാല്യൂ ജഡ്ജ്മെൻറ്റിനെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ആരെ കൊണ്ടുവന്നത്? സൂപ്പർമാനെ കൊണ്ടുവന്നത്. ആ സൂപ്പർമാനുണ്ട്, ആ സൂപ്പർമാൻ്റെ ക്രൈറ്റീരിയ ഇക്കോണമിസ്റ്റുകൾക്ക് ഫോളോ ചെയ്താൽ കൃത്യമായിട്ടൊരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കലി ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ അല്ലെങ്കിൽ യൂട്ടിലിറ്റീസിൻ്റെ മാത്തമാറ്റിക്കലി ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രശ്നം ഇക്കോണമിസ്റ്റുകൾക്ക് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ സൂപ്പർമാൻ്റെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പറയുന്നു, ഇൻ ദ മോഡേൺ കോണ്ടെക്സ്റ്റ് സൂപ്പർമാൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ ഇലക്റ്റഡ് ഗവൺമെൻറ്. ഈ മോഡേൺ കോണ്ടെക്സ്റ്റിലെ അല്ലെങ്കിൽ മോഡേൺ ഇക്കോണമീസിലെ ഈ സൂപ്പർമാന് പകരം, കാര്യം ഒരു ഇമാജിനറി പേഴ്സൺ അല്ലേ അദ്ദേഹം, അതിന് പകരം ആര് കൊണ്ടുവരുന്ന ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ്റിനുണ്ട്. സൂപ്പർമാനായിട്ട് ആര് പ്രവർത്തിക്കുന്നു? ഇലക്റ്റഡ് ഗവൺമെൻറ്, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു. അവിടെ ഒരു ഡിക്റ്റേറ്റർ അല്ല. ഡിക്റ്റേറ്റർ ആകുമ്പോൾ സ്വന്തം താല്പര്യങ്ങളായിരിക്കും സ്വാധീനിക്കുക. ഇപ്പോൾ രാജഭരണമാണെങ്കിലും ജനങ്ങൾക്ക് അവകാശം അല്ലെങ്കിൽ ജനങ്ങളുടെ വെൽഫെയർ, വ്യക്തികളുടെ ഇന്റർപേഴ്സണൽ കമ്പാരിസൺ യൂട്ടിലിറ്റി നോക്കണമെന്നില്ല. രാജാക്കന്മാർ അവരുടെ സ്വന്തം താല്പര്യങ്ങളായിരിക്കും നോക്കുക. പക്ഷേ ഇലക്റ്റഡ് ഗവൺമെൻറ് അങ്ങനെയാണോ? അല്ല. ഇന്ന് സൂപ്പർമാന് പകരം അദ്ദേഹം ആരോട് ഉപയോഗിക്കുകയാണ്? സൂപ്പർമാനെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ മെജോറിറ്റിയുള്ള പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെൻറ്റ്സ് കളക്റ്റീവ് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ദ പീപ്പിൾ. അതായത് ഈ മെജോറിറ്റിയുള്ള പൊളിറ്റിക്കൽ പാർട്ടി ഇൻ മെജോറിറ്റി റെപ്രസെൻറ്റ്സ് ദ കളക്റ്റീവ് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ദ പീപ്പിൾ. അതായത് ആളുകളുടെ കൂട്ടത്തോടു കൂടിയുള്ള വാല്യൂ ജഡ്ജ്മെൻറ്റിനെ ആര് റെപ്രസെൻറ്റ് ചെയ്യുന്നു? ആരാണ്? മെജോറിറ്റി പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ മെജോറിറ്റിയുള്ള പൊളിറ്റിക്കൽ പാർട്ടി മീൻസ് ഗവൺമെൻറ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. കാരണം അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അവർ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തി എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ വെൽഫെയർ മേക്ക് ചെയ്താൽ മാത്രമേ അടുത്ത പ്രാവശ്യം വീണ്ടും അവർ ഇലക്ട് ചെയ്യപ്പെടത്തുള്ളൂ. അങ്ങനെയല്ലേ നമ്മുടെ രാജ്യത്ത്? കാരണം ഈ ഓരോ ഗവൺമെൻറ്റുകളും ജനോപകാരപ്രദമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയാണ്?
അത് സോഷ്യൽ വെൽഫെയറിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഓരോ ആളുകളെയും റെപ്രസെൻറ്റ് ഇപ്പോൾ LDF ഗവൺമെൻറ് സ്ത്രീകൾക്ക് 1000 രൂപ, എത്ര 35 വയസ്സിന് 30 വയസ്സ് 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, 60 വയസ്സിന് 35 വയസ്സിന് ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ നൽകും. അതുപോലെ പിന്നെ വിദ്യാർത്ഥികൾക്ക് എന്തോ സാമ്പത്തിക സഹായം നൽകുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര സൗജന്യം. ഇതൊക്കെ എന്താണ്? വെൽഫെയറിന് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ അത് എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ പരിഗണിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വെൽഫെയർ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അതിന് പിന്നിൽ ലക്ഷ്യമുണ്ട്. കാരണം എന്താണ്? അടുത്ത പ്രാവശ്യം വീണ്ടും ഇലക്ഷനിലേക്ക് വരണം, അല്ലെങ്കിൽ ഇലക്ഷൻ ഉണ്ടാകും, അതിലവർ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇതുകൂടി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇലക്ടഡ് ഗവൺമെൻറ് ഒരു സൂപ്പർമാനായിട്ട് പ്രവർത്തിക്കുന്നു. ബഗ്സൺ സാമുൽസൺ പറഞ്ഞതുപോലെ ഇലക്ടഡ് ഗവൺമെൻറ് ഒരു സൂപ്പർമാനായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം എന്താണ്? ജനങ്ങളുടെ വെൽഫെയർ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ കൃത്യതയുള്ള ശരിയായ രീതിയിൽ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന, ഇൻ്റർപേഴ്സണൽ കമ്പാരിസണിലൂടെ എല്ലാ വ്യക്തികളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഉണ്ടായാലേ അടുത്ത പ്രാവശ്യം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ഷനിലേക്ക് വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ജയിച്ചു വരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ മെജോറിറ്റി റെപ്രസെൻറ്റ്സ് കളക്റ്റീവ് വാല്യൂ ജഡ്ജ്മെൻറ്റ്, ശരിയായ വാല്യൂ ജഡ്ജ്മെൻറ്റ് നടത്തുന്നു. Their policies are expected to aim for the maximum social welfare of the society. അപ്പോൾ their policies, ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് അല്ലെങ്കിൽ മെജോറിറ്റിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യുന്നു? എക്സ്പെക്റ്റഡ് ടു എയിം ഫോർ ദ മാക്സിമം വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അവർ സൊസൈറ്റിയുടെ വെൽഫെയർ മാക്സിമം ആക്കും, അല്ലെങ്കിൽ മാക്സിമൈസേഷൻ സോഷ്യൽ വെൽഫെയർ ആയിരിക്കും ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ദെയർ പോളിസീസ്, ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പോളിസീസ് ആർ എക്സ്പെക്റ്റഡ് ടു എയിം, അല്ലേ? ഇവരെടുക്കുന്ന പോളിസീസിലൂടെ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? നമ്മൾ മാക്സിമം വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിക്ക് മാക്സിമം വെൽഫെയർ ഉണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. കാരണം അവർ സൊസൈറ്റിക്ക് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇനി റാദർ ദാൻ, ഏതുകൂടാതെ ഫേവറിങ് സ്പെസിഫിക് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ്, അതാണ് പറയുന്നത്. ദെയർ പോളിസീസ്, സൂപ്പർമാനായിട്ട് ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ആണ്. ആ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എന്തായിട്ട് മാറുന്നു? നമുക്ക് എന്താണെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? ഈ സൊസൈറ്റിയുടെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. റാദർ ദാൻ ഫേവറിങ് സ്പെസിഫിക് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ്, ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പുകൾക്ക്, പ്രത്യേക വ്യക്തികൾക്ക് ഫേവർ ചെയ്യാതെ സൊസൈറ്റി ഹോൾ, അല്ലേ, സൊസൈറ്റി ആസ് എ ഹോൾ, മൊത്തം സൊസൈറ്റിയുടെ വെൽഫെയർ എൻഹാൻസ് ചെയ്യുന്ന പ്രവർത്തനമായിരിക്കും പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിർഭാഗ്യവശാൽ ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലും സ്പെസിഫിക് ഗ്രൂപ്പിന് പ്രത്യേകം ഫേവർ ചെയ്യുന്ന ഗവൺമെൻറ്റുകളുമുണ്ട്, നമ്മൾക്ക് വാർത്തകൾ കാണാറുണ്ട്. പക്ഷേ അത് സോഷ്യൽ വെൽഫെയർ എൻഹാൻസ് ചെയ്യില്ല. പക്ഷേ പൊതുവേ ഇലക്ടഡ് ഗവൺമെൻറ് അങ്ങനെയല്ല. ഓൾ ഓവർ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റുകൾ സോഷ്യൽ വെൽഫെയർ നടപ്പാക്കേണ്ടത്, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ മേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.